ദുബായിലെ പ്രോപ്പർട്ടീസ് വാങ്ങുമ്പോൾ ഗോൾഡൻ വിസ കിട്ടുന്നു എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഗോൾഡൻ വിസ കിട്ടേണ്ട ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. ഇനിഷ്യലി 5 മില്യൻ്റെ പ്രോപ്പർട്ടി, അതായത് നാട്ടിലെ 10 കോടി രൂപയുടെ പ്രോപ്പർട്ടിയുടെ ഫുൾ പേയ്മെന്റ് ചെയ്താലായിരുന്നു ഗോൾഡൻ വിസ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ കാലക്രമേണ ഗോൾഡൻ വിസ റെഗുലേഷൻസ് ചേഞ്ച് ആയി 2 മില്യൺ, അതായത് 4-4.5 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഫുൾ പേയ്മെന്റ് ചെയ്താൽ, അതായത് 2 മില്യൻ്റെ ഫുൾ പേയ്മെന്റ് ചെയ്താലായിരുന്നു ഗോൾഡൻ വിസ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും മാറി 2 മില്യൻ്റെ പ്രോപ്പർട്ടിയിൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ തന്നെ നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ലെറ്റ്സ് സേ നമ്മൾ 2 മില്യനോ 2 മില്യന് മുകളിലുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 2 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിൽ 4.5 കോടി രൂപയാണ് ടോട്ടൽ പ്രോപ്പർട്ടി കോസ്റ്റ് വരുന്നത്. ഈ കോസ്റ്റിൻ്റെ 20% നമ്മൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു, ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയാണ്, അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം അടയ്ക്കേണ്ടി വരുന്നത് 10 to 20% ആണ് അടയ്ക്കേണ്ടി വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ 40 മുതൽ 60 ലക്ഷം രൂപയാണ് നമുക്ക് തുടക്കത്തിൽ ഒരു പ്രോപ്പർട്ടി, 2 മില്യൻ്റെ പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 to 60 ലക്ഷം രൂപയാണ് ഇനിഷ്യലി വേണ്ടത്. അതായത് 10 to 20% ആണ് ഡൗൺ പേയ്മെൻറ്റ് വേണ്ടത്. ഇത്രയും പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉക്കൂദ് രജിസ്ട്രേഷൻ്റെ എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ഉക്കൂദ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മില്യൻ്റെ പ്രോപ്പർട്ടിയോ ഏത് പ്രോപ്പർട്ടി വാങ്ങിച്ചാലും ഉക്കൂദ് രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷേ 2 മില്യൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഈ പറയുന്ന എമൗണ്ട് 40 to 60 ലാക്ക് അല്ലെങ്കിൽ നമ്മൾ 10 to 20% ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മൾ ഉക്കൂദ് രജിസ്ട്രേഷൻ, ഇത് ലീഗൽ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷനാണ്. പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യണം, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്യണം. അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ്, അതായത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷനും കൂടെ ചെയ്തിരിക്കണം. 4% അതിൻ്റെ വാല്യൂ. ഏകദേശം ഉക്കൂദ് രജിസ്ട്രേഷൻ അപ്രോക്സിമേറ്റ്ലി 4% ആണ് നമുക്ക് DLD ചാർജ് ചെയ്യുന്നത്. അതായത് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് 4% നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉക്കൂദ് രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് 2 മില്യൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഉക്കൂദ് രജിസ്ട്രേഷൻ ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ഇനിഷ്യൽ സെയിൽസ് കോൺട്രാക്റ്റ് ആയിട്ടുള്ള ഉക്കൂദ് രജിസ്ട്രേഷൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആണ്. രണ്ടാമത് ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഈ പൈസ അടച്ചു എന്നുള്ളത് ഡെവലപ്പർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ 2 മില്യൻ്റെ പ്രോപ്പർട്ടി ലെറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ട് ഇതാണ് 40 അല്ലെങ്കിൽ 60 ലക്ഷം രൂപ നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ എസ്ക്രോയിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. നമ്മൾ ഇത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ബാലൻസ് പേയ്മെൻറ്റ് ചെയ്യാണ്ടെന്ന് ഡോക്യുമെൻറ്റ് കിട്ടും. ഈ 2 ഡോക്യുമെൻറ്റ്സ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ ഉക്കൂദ് രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അല്ല കാനഡ, ഓസ്ട്രേലിയ, എവിടെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിലേക്ക് വരാം. ദുബായിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി സ്റ്റാമ്പ് അടിച്ച് നമ്മൾ ദുബായിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസയ്ക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഗോൾഡൻ വിസയ്ക്ക് പ്രോസസ്സ് ചെയ്താൽ 1 വീക്ക് കൊണ്ട്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് 1 വീക്കിൽ നമ്മൾ ഗോൾഡൻ വിസ എടുത്തു കൊടുക്കും. അത് ഇതിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. ആൾ ദുബായിലുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്കിൽ നമുക്ക് ഗോൾഡൻ വിസ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആരെങ്കിലും അല്ലാതെ ഗോൾഡൻ വിസ എടുത്തു തരാം. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ ഗോൾഡൻ വിസ കൊടുത്തിട്ട് 1 വർഷമായി, 2 വർഷമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. പല കൺഫ്യൂഷൻസ് ആണ് മാർക്കറ്റിൽ. ഞാൻ പറഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ പറഞ്ഞ 2 ഡോക്യുമെൻറ്റ് നമ്മൾ 2 മില്യൺ പ്രോപ്പർട്ടി വാല്യൂ, ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റും രജിസ്ട്രേഷൻ, അതായത് ഇനിഷ്യലി തന്നെ കൊടുത്ത രജിസ്ട്രേഷൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് ആയി DLD ഡോക്യുമെൻറ്റും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വീക്കിൽ നമ്മൾ ഗോൾഡൻ വിസ ചെയ്തു തരും. പലർക്കുള്ള സംശയമാണ്, ഗോൾഡൻ വിസ വേറൊരു രാജ്യത്ത് നിന്ന് പ്രോസസ് ചെയ്യാൻ പറ്റുമോ, അല്ല സെലിബ്രിറ്റീസിന് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഒരു ക്രൈറ്റീരിയ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങളിപ്പോൾ കാനഡയാണ്, ഓസ്ട്രേലിയയാണ്, എവിടെയാണെങ്കിലും നിങ്ങളൊരു വിസിറ്റിംഗ് വിസ, ദുബായിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിലേക്ക് വരിക. ദുബായിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എൻട്രി സ്റ്റാമ്പ് അടിച്ച് അകത്ത് കയറി നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഗോൾഡൻ വിസയ്ക്ക് പ്രോസസ്സ് ചെയ്യാം. അതിന് വേറെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഈ പറഞ്ഞ പ്രോപ്പർട്ടി വാല്യൂ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് അക്കംപ്ലിഷ് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒരു പേയ്മെൻറ്റ്സും അല്ലെങ്കിൽ വേറെ ഒരു ഹിഡൻ ചാർജസ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓൺലി പ്രോപ്പർട്ടി വാല്യൂ 2 മില്യൺ ആയിരിക്കണം, അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ 2 ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ ത്രൂ ആണ് പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. കംപ്ലീറ്റ് കാര്യം ടേക്ക് കെയർ ചെയ്യും. നിങ്ങൾക്ക് ഗോൾഡൻ വിസ എടുത്തു തരുന്ന കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. നിങ്ങൾക്ക് ഇത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.